നമസ്കാരം. മഞ്ജു വാര്യർ ദിലീപ് ബന്ധം വേർപിരിഞ്ഞെങ്കിലും മലയാളികൾ ഏറ്റവും അധികം ആഘോഷിച്ച താരദമ്പതികൾ തന്നെയാണ് ഇരുവരും. വേർപിരിഞ്ഞതിന് ശേഷവും അവർ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അത് പിരിയാനുണ്ടായ കാരണത്തെക്കുറിച്ചുമൊക്കെ പലതരത്തിലുള്ള ചർച്ചകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് തങ്ങളുടെ ദാമ്പത്യത്തിൽ സംഭവിച്ചത് എന്ന് രണ്ടുപേരും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. 10 വർഷത്തിനിടയിൽ മഞ്ജുവും ദിലീപും പൂർണ്ണമായും അകന്നു. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലുമൊക്കെയായി മഞ്ജു വാര്യർ തിരക്കിലാണ്. കാവ്യമാധവനും അതിൽ പിറന്ന മകളും മൂത്ത മകൾ മീനാക്ഷിയുമൊക്കെയുമായി ദിലീപ് കഴിഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു. എന്നിരുന്നാലും ഇരുവരെയും സംബന്ധിക്കുന്ന വാർത്തകൾ ആരാധകർക്ക് ഒട്ടും താല്പര്യം കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരേ വേദിയിൽ മഞ്ജുവും ദിലീപും എത്തിയതാണ് ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത. പക്ഷേ ഒരുമിച്ചല്ല എന്ന് മാത്രം. കഴിഞ്ഞ ആഴ്ചയാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 അതിഥിയായി മഞ്ജു വാര്യർ എത്തിയത്. മഞ്ജു വാര്യർ എത്തിയ എപ്പിസോഡും അതിനിടയിലുണ്ടായ ചില നല്ല കാഴ്ചകളുമൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കെ മഞ്ജുവിന് പിന്നാലെ അതേ വേദിയിൽ ദിലീപും എത്തിയിരിക്കുകയാണ്. മഞ്ജു വാര്യർ ഇരുന്ന അതേ കസേരയിൽ ദിലീപും. അതേ എനർജിയോടെ വിധികർത്താക്കളും മത്സരാർത്ഥികളും ദിലീപിനെ സ്വീകരിക്കുകയും ചെയ്തു. മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വരവിനിടയിൽ മറ്റൊരു അതിഥിയും വന്നിരുന്നില്ല എന്നതും ഹൈലൈറ്റ് തന്നെയാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 10 വിഷു സ്പെഷ്യൽ എപ്പിസോഡിലാണ് ദിലീപ് എത്തുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് എത്തുന്നത്. ദിലീപിൻ്റെ 150ാമത്തെ സിനിമ എന്ന പ്രത്യേകതയോടുകൂടി വരുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. വേദിയിലെത്തിയ ദിലീപ് തൻ്റെ സ്വതസിദ്ധമായ തമാശകളും പാട്ടുകളും കൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട്. പാടുന്നവരോട് എനിക്ക് അസൂയാണ്, ഈ ജന്മത്തിൽ എനിക്കൊന്നും ഇത് പറ്റില്ല എന്ന് ദിലീപ് പറയുന്നുണ്ട്. മാത്രമല്ല ദിലീപിൻ്റെ മാസ്റ്റർ പീസ് സോങ്ങായ പിതാവേ എന്ന പാട്ടും പാടുന്നുണ്ട്. ആരാധകർ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മഞ്ജുവും ദിലീപും വീണ്ടും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുക എന്നുള്ളത്. അത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല മകൾ മീനാക്ഷിക്കൊപ്പം വളരെയധികം സന്തോഷത്തോടെ സ്ക്രീൻ പങ്കിടുന്ന മഞ്ജുവിൻ്റെയും ചിത്രം കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും ഇവരുടെ പുതിയ സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ താഴെ പ്രേക്ഷകർ കുറിക്കുന്ന കമൻറ്റുകൾ തന്നെയാണ്. എന്തായാലും ഒരേ സമയം അല്ലെങ്കിൽ പോലും ഒരേ വേദി പങ്കിടുന്ന ഇരുവരുടെയും വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറി എന്ന് പറയാം.